ദേശീയപാത വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ദേശീയപാത സംരക്ഷണ സമിതി. ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഹൈക്കോടതികൾ ദേശീയപാത 85 സംബന്ധിച്ച കേസെടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയപാത അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണ് ഉണ്ടായത്. ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയപാത അതോറിറ്റി അത് വ്യക്തമായ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. ഹൈക്കോടതി ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തത്? റവന്യൂ വകുപ്പും PWDയും സർക്കാർ സംവിധാനങ്ങളൊന്നും അവിടെ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല. ഇത് വനമാണെന്നുള്ള മുൻ സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത ആ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശരിയായ സത്യവാങ്മൂലം നൽകി റോഡ് നിർമ്മാണം തുടരാൻ നടപടി ഉണ്ടാകാത്ത പക്ഷം സെപ്റ്റംബർ 1 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഫീസിന് മുമ്പിൽ ഉപവാസ സമരം നടത്തുമെന്നും MLA-മാരെയും മന്ത്രിമാരെയും ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരങ്ങൾ ആവിഷ്കരിക്കുമെന്നും ഭാരവാഹികളായ PM ബേബി, റസാഖ് ചൂരവേലി, KK രാജൻ, അഡ്വക്കേറ്റ് ആൽഫിൻ ജോയി, സന്തോഷ് മാധവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.